ചിന്നു ഇങ്ങനെയടി. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ ഫംഗ്ഷൻ മെഹന്തി ഡേ ആണ്. ഈവനിങ് ആണ് നമുക്ക് ഫംഗ്ഷൻ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മുടെ എല്ലാ ഫംഗ്ഷൻസും ഈവനിങ് ആണ്. അപ്പോൾ നമുക്ക് രാവിലെ നമ്മൾ ശരിക്കും കയ്യിൽ മൈലാഞ്ചി ഇടുകയാണ്. മൈലാഞ്ചി ഇടുന്നത് ഹെന്ന ഹാൻസ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. ബാസുമിയാണ്. എനിക്ക് ബാസുമീനെ ഒരു 1 year ബാക്ക് തൊട്ട് അറിയാം. നമ്മൾ ഇതിനു മുമ്പും മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. അപ്പം തൊട്ട് നമ്മൾ പറയായിരുന്നു ഇനി കല്യാണം വരുമ്പോൾ ബാസുമീനെ വിളിക്കണമെന്ന്. അതുപോലെ തന്നെ ആളിത് പാലാ വരെ എത്തി മൈലാഞ്ചി ഇട്ട് തരാനായിട്ട്. ഈ വെറൈറ്റി തപ്പിയുള്ള ഈ ഓൺ ഡിസൈൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇടാൻ ഇഷ്ടമുള്ള ഒരാളാണ് ബാസുമി. എൻ്റെ കഴിഞ്ഞ തവണത്തെ എൻ്റെ ഒരു കസിൻ്റെ വെഡ്ഡിങ്ങിന് ബാസുമി ഇട്ടപ്പോഴും നമ്മൾ ബാക്ക് സൈഡിലൊക്കെ കുറച്ച് വെറൈറ്റി ഓൺ ഡിസൈൻസ് ഒക്കെ അതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ സ്വന്തം കല്യാണത്തിനും വെറൈറ്റി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മുടെ രണ്ടുപേരുടെ ഇനീഷ്യൽ ലെറ്റർ SN എന്നുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി ഫിനിഷായി വരുന്നുള്ളൂ കേട്ടോ. ബാക്ക് സൈഡിൽ ഇടണം, ആ കയ്യിലിടണം, പിന്നെ ചിന്നൂസിന് ഇടണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. എന്തായാലും നമ്മുടെ മൈലാഞ്ചി ഇടൽ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഫിനിഷായിട്ടും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള എന്താ വെറൈറ്റി എന്നൊക്കെ ഉള്ളത് കാണിക്കാവേ. അതുപോലെ എനിക്ക് ബാസുമിയുടെ ഒരു കാര്യം എടുത്ത് പറയാനുണ്ട്. നമ്മൾ നോർമലി മൈലാഞ്ചിയൊക്കെ ഇടാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് നേരം ഇരുന്ന് നമുക്ക് ഭയങ്കര ലാഗ് അടിക്കും. ആ ഒരു പേടി ഞങ്ങൾക്ക് പണ്ടും അന്ന് നമ്മൾ വിളിച്ചപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ലാഗ് ബാസുമിക്കില്ല. സ്പീഡിൽ ഇട്ട് കഴിയും. പിന്നെ നമ്മൾ വർത്തമാനം പറഞ്ഞൊരു സമയം പോകുന്ന അറിയുന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഇടുന്നത് നല്ല ഫാസ്റ്റായിട്ട് ഇടും. നമ്മളിപ്പം ഇത്ര ഇട്ടാലും കുറച്ച് ലെങ്തിലൊക്കെ ഇട്ടാലും എല്ലാം നല്ല സ്പീഡിൽ ചെയ്യും. അതെനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണു. എനിക്ക് ഒത്തിരി നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവളപ്പോ പെട്ടെന്ന് ഇടും. അതുമല്ല നമുക്ക് വലിയ ഐഡിയ ഇല്ലെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാലോ മെഹന്തിനെ പറ്റി. അപ്പൊ ആള് തന്നെ നമുക്ക് ഓക്കെ ഇത് നന്നായിരിക്കും എന്നുള്ളൊരു സജഷൻ ഒക്കെ പറഞ്ഞ്, പിന്നെ ആൾക്കും കുറച്ച് വെറൈറ്റി ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഫുൾ പരീക്ഷണമായിരിക്കും. ഇനി സിസ്റ്റർ ഓഫ് ദ ബ്രൈഡ് വേണം. ചിന്നൂസിന്റെ ഡിസൈനിൽ സിസ്റ്റർ ഓഫ് ദ ബ്രൈഡ് മസ്റ്റാ. ഞാൻ എൻ്റെ മെഹന്തിയുടെ പാറ്റേൺ കണ്ടുപിടിച്ചോ ഇല്ലയോ, പക്ഷെ ഞാൻ ചിന്നൂസിലുള്ളത് ആദ്യം കണ്ടുപിടിച്ച് വെച്ച്. ആദ്യം ഞാൻ ഇവക്ക് അയച്ചു കൊടുത്തത് ചിന്നൂസിലിടാനുള്ള പാറ്റേൺ സിസ്റ്റർ ഓഫ് ദ ബ്രൈഡ്. അമ്മയ്ക്ക് മദർ ഓഫ് ദ ബ്രൈഡ്. എല്ലാവരും ആ വഴി കൂടെ പോലെ എല്ലാവരും അറിയണം. എനിക്ക് ലോഗോ SN ലോഗോ എനിക്കിഷ്ടമായി. കണ്ടോ നമ്മൾ വർത്തമാനം പറയണ ആ ഒരു ടൈം കൊണ്ട് ഇവിടെ ഇത്ര എത്തി. ഇതാണ് സൂപ്പർ ഫാസ്റ്റ്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. നമുക്ക് ഇരുന്ന് മടുക്കണ്ട. എനിക്ക് പഠിക്കുന്നതിനേക്കാളും വരയ്ക്കുന്നതിനോട് രണ്ടും ഇൻട്രസ്റ്റ് അല്ലേ? നമ്മൾ പഠിക്കുന്നതും ഇൻട്രസ്റ്റ് ഇല്ല, വരയ്ക്കുന്നതും ഇൻട്രസ്റ്റ് ഇല്ല. എൻ്റെ കയ്യിലും കുട്ടി വളർത്തണം. എടാ ഞാൻ വിത്തൗട്ട് മേക്കപ്പാണ്. അത് കുറച്ചെങ്കിലും ഞാൻ ലിബാമയോട് എനിക്ക് അതാണ് ഒരു ടെൻഷൻ. എന്റെ മുഖത്തെ കുണ്ടും കുഴിയൊക്കെ ഇന്നലെ ഭയങ്കര പൊട്ടിയില്ലായിരുന്നു. ഈ വ്ലോഗ് വരുമ്പോ കഴിഞ്ഞ വീഡിയോയിലുള്ള പോലെ അല്ലല്ലോ ഈ വീഡിയോയില്. എന്താ പറ്റി? അതില് മേക്കപ്പ് ഉണ്ടായിരുന്നു, ഇതിന് മേക്കപ്പ് ഇല്ല. ഈവനിങ് നമുക്ക് കുറച്ച് ബെറ്റർ ആക്കാം ലുക്ക്. മെഹന്തി ഇടാനിരിക്കുമ്പോൾ പൊട്ടിയിട്ടിരുന്ന മോശമല്ലേ? അതായത് ഞാൻ ഒരാളോട് എനിക്ക് കുടിക്കാൻ വെള്ളം ചോദിച്ചു. വെള്ളം നന്നിട്ട് താത്തി പിടിച്ച് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വിചാരിച്ച് നിർത്താനാന്നിട്ട് അതേ വെള്ളം അവള് മേടിച്ചു കുടിച്ച്. എനിക്ക് ഇച്ചിരി നക്കാൻ കിട്ടിയതേ ഉള്ളൂ വെള്ളം. ഫുള്ള് തിരിച്ചെടുത്തില്ല കണ്ടോ. ബാക്കി ഞാൻ കുസാണോ. അപ്പം നമ്മൾ പേഴ്സണലായിട്ട് വെച്ചിരിക്കുന്ന അസിസ്റ്റന്റ് ആണ് സിസ്റ്റർ ഓഫ് ദ ബ്രൈഡ്. നമ്മൾ എന്തിനാ എഴുതുന്നേ? എന്ത് പണിയാണ് അത് അങ്ങനെയായിരുന്നു എഴുതേണ്ടത്. പണിയെടുക്കേണ്ട ആൾ. വെറൈറ്റി ഒരു കുറവും പാടില്ല. ഫുൾ വെറൈറ്റി ആയിരിക്കണം. കോണെല്ലാം ഇവള് തന്നെ, മൈലാഞ്ചിടാനുള്ള കോണെല്ലാം ഇവള് തന്നെ ഇടുന്നതാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ തവണ ഇട്ടിട്ട് 4 ദിവസമായിട്ടും അതിൻ്റെ കളർ ഒട്ടും ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ Day 1, Day 2, Day 3 എന്ന് പറഞ്ഞ ഫോട്ടോ വരെ എടുത്തു. ഒട്ടും ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നിന്നു. തന്നെത്താൻ ഉണ്ടാക്കുന്ന കോണാണ്. പണിയെടുക്കുന്ന ജനവിഭാഗമാണ്. അതിന്റെ കൈ ഒന്ന് കാണിച്ചേ. അവളുടെ കൈ അവള് മിക്സ് ചെയ്തും എല്ലാവർക്കും ഇട്ടിട്ട് അവളുടെ കൈ എന്നും ഇങ്ങനെയായിരിക്കും. ആദ്യം കണ്ടപ്പോൾ മുതൽ ഇങ്ങനെയാണ്. അതെ, അവൾക്ക് കൈ മെനയാക്കാൻ സമയമില്ല. എല്ലാവരുടെയും കൈ വൃത്തിയാക്കും, പക്ഷെ അവൾക്ക് സമയമില്ല. കുറെ കുനിയേണ്ടതാ ദക്ഷിണ കൊടുത്ത്. സിസ്റ്റർ ഓഫ് ദ ബ്രൈഡ് എഴുതുന്നോണ്ട് ചിന്നൂസിന്റെ അനുഗ്രഹം എന്തായാലും ഞാൻ മേടിക്കും. എന്റെ കാലിലൊന്ന് വീഴ്ത്തണം. അടി അനുഗ്രഹിച്ച് പൊക്കണേടി എന്നെ. കുറച്ചു നേരം ഇരിക്കട്ടെ കാലിൽ. ഇന്ന് വൈകിട്ട് ദക്ഷിണ കൊടുപ്പ്, പിന്നെ തിരുവാതിര. അത് മസ്റ്റാണ്. തിരുവാതിര ആകെ ഒരാൾക്കറിയാം. ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ നിന്ന് വട്ടത്തിലങ്ങ് കളിക്കും. തിരുവാതിര വട്ടത്തിലാണല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ. കാരണം വട്ടത്തിലാകുമ്പോൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കാലോ. ആരെങ്കിലും തിരിയുമ്പോൾ അങ്ങോട്ടേക്ക് തിരിയാം. വട്ടത്തിലായതുകൊണ്ട് നോക്കി കളിക്കാൻ പറ്റും. മറ്റേതാണെങ്കിൽ തിരിഞ്ഞു നോക്കണമല്ലോ ഡാൻസ് കളിക്കുമ്പോൾ. മൈലാഞ്ചിൽ ഇവിടെ പൊതുവെ നമ്മുടെ ഇവിടെ ഇപ്പം ദക്ഷിണ കൊടുക്കുക എന്നുള്ളതാണ്. കയ്യിൽ ഇപ്പം മൈലാഞ്ചി നമ്മൾ നേരത്തെ ഇടും. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്താണ് ഇടുന്നത്. പിന്നെ ജസ്റ്റ് നമ്മുടെ ഫാമിലിയിൽ നിന്നൊക്കെ ഇപ്പം മുതിർന്ന ആൾക്കാരൊക്കെ വരുമ്പോൾ അവരെന്ത് ചെയ്യും, ജസ്റ്റ് ഇതിന്റെ മുകളിലൊരു ഇല വെക്കുന്നുണ്ടാവും, വെറ്റ വെക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ മുകളിൽ എന്ത് ചെയ്യത്തേ ഉള്ളൂ, ഇടത്തേ ഉള്ളൂ. മൈലാഞ്ചി കുത്തി കുത്തി കുത്തി. നല്ല മൈലാഞ്ചി താഴെ സേഫ് ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ
അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ദക്ഷിണ കൊടുക്കുകയാണ്. ദക്ഷിണ കൊടുക്കുമ്പോഴാണ് ബ്രൈഡ് നന്നായിട്ട് കുനിഞ്ഞു എല്ലാവരും അനുഗ്രഹമൊക്കെ മേടിക്കും, എല്ലാവരും അനുഗ്രഹിച്ച് വിടും. നിത്യ ചേച്ചിയാണ് തിരുവാതിരയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന ആള്. ചേച്ചിക്ക് അറിയത്തുള്ളൂ, പിന്നെ അമ്മയുടെ സിസ്റ്റേഴ്സിനൊക്കെ അറിയാം. പിന്നെ തിരുവാതിര എല്ലാവരും കളിച്ചിട്ടുണ്ട്, കളിക്കാത്ത 2 ഇവരൊക്കെ നമ്മൾ വരുന്നതിന് മുമ്പ് റിഹേഴ്സലും കഴിഞ്ഞു, പഠിക്കലും കഴിഞ്ഞു. അറിയത്തില്ലാത്തത് ശരിക്കും ചിന്നൂസിനും എനിക്കും അമ്മയ്ക്കുമാണ്. പിന്നെ വട്ടത്തിലായതുകൊണ്ട് കറങ്ങിയാണല്ലോ കളിക്കുന്നത്. അവരാരെങ്കിലും പഠിക്കുന്നതും അവരാരെങ്കിലും കളിക്കുന്നതും നോക്കിയിട്ട് വേണം ഇന്നത്തെ തിരുവാതിര വട്ടത്തിൽ കളിക്കാൻ. തെറ്റിപ്പോയ കോമഡി ആയിരിക്കും, കുമ്മിയടിക്കൊക്കെ ആർക്കുണ്ടെങ്കിലും കടി കിട്ടും. നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് കേട്ടോ മൈലാഞ്ചി. ബാക്കിയെല്ലാം നമ്മൾ ഓരോ സ്ഥലത്താണെങ്കിലും ഇത് മൈലാഞ്ചി മാത്രം വീട്ടിൽ വേണം എന്നുള്ളത് ഒരു ആഗ്രഹം. ചിന്നൂസിന് മൈലാഞ്ചി നമ്മൾ പുറത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവളുടേത് വന്നപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യണം, വീട്ടിൽ തന്നെ എല്ലാവരെയും വിളിക്കണം. അതുകൊണ്ടാണ്, കാരണം ഒരു കല്യാണത്തിന്റെ ഒക്കെ പന്തല് അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നമ്മൾ ഈ തവണ വീട്ടിൽ തന്നെയാണ് ചെയ്തത്. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം പന്തല്ല അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആണ്. ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് ശരിക്കും ഇത് ഒരു കല്യാണ വീട് എന്നുള്ളൊരു ടൈറ്റിൽ വന്നത്. ലൈറ്റ് ഒക്കെ ഇട്ട് നമ്മൾ തിളങ്ങും രാത്രിയിൽ. ഇപ്പൊ ഈ വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും മാൻവി ആരെയാണ് കല്യാണം കഴിക്കുന്നത്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ പേര് പറഞ്ഞില്ല എന്ന്. കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ പേര് നിതിൻ എന്നാണ്. അതാണ് SN. ശ്രുതി നിതിൻ്റെയാണ്. എൻ്റെ 2 കൈയുടെ ഉള്ളിൽ സെറ്റാക്കിയിട്ടോ. ഒന്നിൽ ലോഗോ വന്നിട്ടുണ്ട്, ഒന്നിലൊരു പോർട്രേറ്റ് അവൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളൊരു റെഫറൻസ് എൻ്റേതിന് ഓൾറെഡി പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു എന്ത് പാറ്റേൺ ചെയ്യണം എന്നുള്ളത്, വന്നിട്ട് ചെയ്യാമെന്നുള്ളതായിരുന്നു. പക്ഷെ നല്ല രസമായിട്ട് എനിക്ക് ചെയ്തു. ഇനി നമുക്ക് ബാക്ക് സൈഡിലൂടെ ചെയ്യാനുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു സിസ്റ്റർ ഓഫ് ദ ബ്രൈഡിനെ കുറച്ച് നേരം ഇരുത്താം. സിസ്റ്റർ ഓഫ് ദ ബ്രൈഡ് ഇതേ ലോഗോ ഒക്കെ എഴുതി സെറ്റാവാൻ റെഡി ആവുന്നുണ്ട് വലുതായിട്ട്. സിസ്റ്റർ ഓഫ് ദ ബ്രൈഡ് അല്ല ഇന്നസേ. ഇനി അവളുടെ ഉള്ളിൽ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിൽ ചെയ്യാം. ഇനി നമുക്ക് ചിന്നൂസിന്റെ അപ്ഡേറ്റ്സ് കാണാം എങ്ങനെയാണ്. സിസ്റ്റർ ഓഫ് ദ ബ്രൈഡ് ഒഴിച്ച് ഞാനൊരു പോർട്രേറ്റിലേക്ക് പോകുന്നതിനെ നമ്മുടെ കേമ അപ്പുറത്തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കണ്ടേ. ഫസ്റ്റ് നമുക്ക് അത് തന്നെ ചെയ്യാം. പോർട്രേറ്റ് അവളുടെ ഫുൾ ഫിഗർ, അവളുടെ ബ്രൈഡ്. ഇതാണ് എൻ്റെ കയ്യിലെ മൈലാഞ്ചി. ചിന്നൂസിന്റെ കയ്യിലെ പാറ്റേൺ ഞാൻ നേരത്തെ എടുത്തു വെച്ചില്ല. അതിലൊന്ന് ഇങ്ങനെ മറ്റേ സിസ്റ്റർ ഇങ്ങനെ ചേച്ചി അനിയത്തിയും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സംഭവം, ഒന്നാമത് പോർട്രേറ്റ്, പിന്നെ ഒന്നിൽ ഇങ്ങനെ സിസ്റ്റർ ഓഫ് ദ ബ്രൈഡ് വലുതായിട്ട്. മൊത്തത്തിൽ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, കൈ എൻ്റേത്. കണ്ണ് കേട്ട് കേട്ടാ. ഇന്നെല്ലാം അമ്മയുടെ സ്നേഹമായിരിക്കും. എല്ലാവർക്കും വാരി തരുമോ? ഉമ്മ കഴിക്കുന്നോ? ഞങ്ങൾ പിന്നെ ഒരുമിച്ച് കഴിക്കാം. അല്ല ഞങ്ങൾ കഴിക്കുന്നത് എങ്ങനെയാ? ഫുഡ് കഴിച്ചാലോ? വാ കഴിക്കാം, ഫുഡ് കഴിക്കാം. എന്നാലും അടുത്ത സമയമായിരുന്നു. നമ്മൾ സമയം പോകുന്ന അറിയാത്തോണ്ടാ സമയമായി. അങ്ങനെ അവളുടെ ആഗ്രഹത്തിനൊത്ത് ഒരു കയ്യിൽ സിസ്റ്റർ ഓഫ് ദ ബ്രൈഡും ഒരു കയ്യിൽ തേണ്ടേ ടു മൈ സിസ്റ്ററും പതിച്ചു. എന്തായാലും അല്ലാതെ മുടിയില്ല, അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ അകത്തെങ്കിലും എനിക്ക് മുടിയുണ്ട്, അവൾക്ക്. അങ്ങനെ സിസ്റ്റർ ഓഫ് ദ ബ്രൈഡും കൂടി ഇപ്പുറത്തെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു. നിന്റെ ആഗ്രഹം പോലെ ഒരു സാധനമുണ്ട്, പതിഞ്ഞിരിക്കണു. എനിക്കതിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുള്ളൂ ഗൈസ്, ഇത്ര മുടി എൻ്റെ ചേച്ചിക്കില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഐ ക്വിറ്റ്. അത് ഇത് മാത്രം ഉടായ്പാണ്. എനിക്ക് കുറച്ച് അതങ്ങനെയല്ല, ഇത് ഉൾട്ടയാക്കാൻ പറ്റുമോ? ഇല്ല. എനിക്ക് അല്ലാതെയോ മുടിയില്ല, അറ്റ്ലീസ്റ്റ് ഫോട്ടോയിലെങ്കിലും ഇതിലെങ്കിലും മുടി ഇരിക്കട്ടെ. ഹായ് സിസ്റ്റർ ഓഫ് ദ ബ്രൈഡ്. സന്തോഷമായ? ഇഷ്ടായി. ഒരിടത്ത് സിസ്റ്റർ ഓഫ് ദ ബ്രൈഡുമായി, ഒരിടത്ത് പോർട്രേറ്റുമായി. പോരെ? ഇഷ്ടായി. എൻ്റെ ആഗ്രഹം പോലെ വന്ന്. നൈസ്. നിങ്ങൾ 2ാമത്തെ കൈ ഇത്രയും പെട്ടെന്ന്? ഞാൻ 2 കോൾ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കും ആ പോർട്രേറ്റ് സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് തീർന്നല്ലോ. ഇതിൻ്റെ അകത്ത് വലിയ കോംപ്ലിക്കേഷൻ ഇല്ലായിരുന്നു. ഞാൻ ഇടയ്ക്ക് പോയി 2-3 പ്രാവശ്യം ഫോൺ എടുത്തപ്പോഴേ ഇവിടെ ഒന്ന് ഇച്ചിരി കിള്ളി എടുത്തായിരുന്നേ. തോന്നി അവൾ ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, ഈ കൈ വെച്ച ഫോണിൽ കുത്തി ഫോട്ടോ എടുക്കുന്നവരെങ്കിലും അടങ്ങിയിരിക്കണം. സോ ഏകദേശമൊക്കെ നമ്മുടെ മൈലാഞ്ചി പരിപാടികളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഈവനിങ് ആണുള്ളത്. അപ്പോൾ ഫുൾ സെറ്റായിട്ട് കൈയൊക്കെ നമുക്ക് അപ്പം കാണാം. ഇപ്പോഴും ഇങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ഒരു ഗുമ്മില്ലല്ലോ. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ അപ്പം കാണാം. ഇനിയും കുറേ കൂടെ ഫിനിഷിംഗ് ഉണ്ട്, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് ഫംഗ്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റെഡി ആയിട്ട് സുന്ദരിയായിട്ട് വന്നിട്ട് മെഹന്തിയും കാണിക്കാം. അതായത് ഞങ്ങളുടെ മൈലാഞ്ചി എല്ലാം ഞങ്ങൾ കഴുകി കളഞ്ഞു കേട്ടോ. ഒരുപാട് നേരം നമുക്ക് വെക്കാൻ സമയമില്ല, കാരണം ഈവനിങ് തന്നെയാണ്. അതെ, ഈവനിങ് തന്നെയാണ് നമുക്ക് ഫംഗ്ഷൻ വന്നത്. അപ്പം അങ്ങനെ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരുന്ന ഡാർക്ക് ആക്കാനുള്ള ടൈമില്ല. പക്ഷെ സ്റ്റിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കളർ ആയിട്ടുണ്ട്. കാണാം നമ്മൾ നേരത്തെ കലാവിരുന്ന് നടത്തിയ സിസ്റ്റർ ഓഫ് ദ ബ്രൈഡ്
അതെ, എൻ്റെ സിസ്റ്ററിന്റെ ഫോട്ടോ. പക്ഷെ ഇത് നാളെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഡാർക്കായിട്ട് വരും. നമുക്ക് ഫംഗ്ഷന് സമയമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അപ്പോഴത്തേക്കും ഡാർക്കായിട്ട് വരും. അപ്പോഴത്തേ നമ്മുടെ ചടങ്ങിലേക്കൊക്കെ നമ്മൾ കിടക്കാൻ പോവുകയാണ്. ഭയങ്കര ട്രഡീഷണൽ ആയിട്ടൊക്കെ ഉള്ള ഒരു സംഭവമാണ്. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ അല്ല, ഇത് കംപ്ലീറ്റ്ലി വീട്ടിൽ വെച്ചാണ്, ഫാമിലി മാത്രമുള്ള, എന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് ആരുമില്ല, കംപ്ലീറ്റ്ലി ഫാമിലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് വീട്ടിൽ വെച്ച് തന്നെ നടത്തിയത്. കാരണം ഇങ്ങനെ പന്തലൊക്കെ ഇട്ട് വളരെ ട്രഡീഷണൽ ആയിട്ട്, അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് തന്നെ അത് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പയ്യെ പരിപാടിയിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ചടങ്ങുകൾ എന്നുള്ളതും അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് വെച്ച് തിരുവാതിരയൊക്കെ ഉണ്ട്, അതെങ്ങനെയാവുന്ന കൊളാവുന്നതെന്നൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതാണ്. അതുകൊണ്ട് അത് മസ്റ്റായിട്ട് വാച്ചാണ്. അതെ. അമ്മേ പിന്നെ എടുത്തു ദശപുഷ്പം കേട്ടാ, ഇതാണ് ദശപുഷ്പം. ഇത് എന്തിനാ കാത്തുമ്മ വെക്കുന്നതിൻ്റെ അകത്ത്? ദശപുഷ്പം എന്തിനാ വെക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളല്ലായിരുന്നു അവരുടെ കാത്തുമ്മേനും അനുമ്മേനും പിടിച്ചു നിർത്തിയിട്ട് അവരായിരുന്നു ഇതിനെപ്പറ്റി പറയേണ്ടത് ആധികാരികമായിട്ട്. ഞങ്ങൾക്ക് ആകെ അറിയാവുന്ന ഒരു പണി എന്ന് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തിക്കയറ്റി വെക്കുക എന്നുള്ളത് മാത്രമാണ്. എൻ്റെ മൈലാഞ്ചിക്ക് ഞാൻ തന്നെ മൈലാഞ്ചി പ്ലേറ്റ് ഒക്കെ ആയിട്ട് വരും. ചെയ്യേണ്ട പ്രോസസ്സ് അറിയില്ലെങ്കിലും ഇതേ പോണു. ചെയ്യേണ്ട പ്രോസസ്സ് അറിയില്ലെങ്കിലും സാധനങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതായത് ഞാൻ ഇരിക്കട്ടെ, ഇവരൊക്കെ പണിയെടുക്കട്ടെ. ഓക്കെ, നമ്മൾ ഇന്നിവിടെ നടക്കുന്നത് മൈലാഞ്ചി ഫംഗ്ഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മാൻവിയായിരിക്കാം. ഇപ്പം നമ്മൾ നോർമലി വീട്ടിൽ വിളിക്കുന്നത് മിന്നൂസ് എന്നാണ്. എന്താണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് എല്ലാ ഫാമിലിയിലെ എല്ലാ ആൾക്കാരും വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ക്ലോസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പം മൈലാഞ്ചി നടത്തുന്നത് മെയിനായിട്ട് ദക്ഷിണ, എന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പായിട്ട് നമുക്ക് ദക്ഷിണ കൊടുക്കാനും, നമുക്ക് ഏജ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇവളെക്കാളും മുതിർന്ന ആൾക്കാർക്ക് ദക്ഷിണ കൊടുക്കുക, പിന്നെ കയ്യിൽ മൈലാഞ്ചി ഇടുക. പക്ഷേ മൈലാഞ്ചി ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്, പക്ഷേ വെറ്റ വെച്ചിട്ട് നമ്മളൊരു ഫംഗ്ഷൻ പോലെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇടുന്നുണ്ടാവും. അപ്പം ഇതാണ് ആ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം വേറെ ഇത് സ്പെഷ്യൽ എന്നല്ല, പക്ഷേ എന്താണ്, ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് മുമ്പായിട്ട് നടക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ശരി, പ്രീ വെഡിങ് ഫംഗ്ഷൻ പോലെ തന്നെയാണ്. എന്താണ് ആ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. എന്നെ അറിയോ, ചിന്നൂസ് ടീച്ചറായിരുന്നേ, അപ്പൊ ആ ഒരു ഫ്ലോ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. സ്റ്റോറി വരുന്നുണ്ടല്ലേ, അറിയില്ല ടീച്ചർ ആയതിന്റെ ഞാൻ കല്യാണം കഴിച്ചു പോകുന്നതിന് ടെൻഷൻ ഉണ്ടോടാ? അവനല്ലേ ടെൻഷൻ അടിക്കട്ടെ, ഞാനാണോ ടെൻഷൻ അടിക്കണ്ടേ? ഞാനിവിടെ പടക്കം പൊട്ടിക്കല്ലേ ചെയ്യണ്ടേ? അല്ല, നിനക്ക് സങ്കടം ഇല്ലടാ? എനിക്ക് സങ്കടമൊന്നുമില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. ഈ ക്ലിപ്പ് ഒന്ന് എടുത്ത് വെക്കണം. എന്റെ കല്യാണത്തിന് അന്ന് ചിന്നൂസ് കരയണ ക്ലിപ്പും കൂടെ ആഡ് ചെയ്ത്. ഞാൻ കരയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് വെച്ചതാണ്. ആക്ച്വലി ഇവള് എന്റെ കല്യാണത്തിന് ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിലെന്ന് പറഞ്ഞാൽ ഞാൻ തിരിഞ്ഞു നോക്കിയില്ലെന്ന് പറഞ്ഞു. ഞാൻ അത് പറഞ്ഞ് 4-ാം ദിവസം അവിടെ ചെന്നപ്പോ ഞാൻ പറഞ്ഞു കരഞ്ഞു, ഏങ്ങലടിച്ച് കരയുവാണ്, തിരിഞ്ഞു പോലും നോക്കിയില്ല. റിസപ്ഷന്റെ ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്തൊക്കെ കണ്ണൊക്കെ നിറഞ്ഞ് തുളുമ്പിയാണ് ഇവള് നിന്നിരുന്നത്. ഞാൻ തീരുമാനിച്ചു ഇല്ല, അതുകൊണ്ടാണ് എൻഗേജ്മെന്റിന് എന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി പോലും വന്നില്ല, മൈലാഞ്ചിക്കും വരത്തില്ല, ഇനി അങ്ങോട്ടേക്കുള്ള ഒരു ഫംഗ്ഷനും വരത്തില്ല. അതെ, നമുക്കിനി ചടങ്ങിലേക്ക് കിടക്കാം. സന്ധ്യാസമയമായാലും ഇനി നമുക്ക് വിളക്കൊക്കെ കത്തിക്കാം. ചേച്ചി പോരുത്, ചേച്ചി പോരുത്. എൻ്റെ കല്യാണം കൂടാൻ വേണ്ടി എനിക്ക് എൻ്റെ അടുത്ത് വന്ന എൻ്റെ സ്വന്തം നാത്തൂൻ ഇമോഷണലി ഹർട്ടായി. എന്നാലും വരാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇവർ എത്താൻ പറ്റില്ല, ചടങ്ങിൽ ലീവ് കിട്ടാൻ പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ വരും എന്ന് വിചാരിച്ചിട്ട് വരില്ല എന്ന് ലാസ്റ്റ് മിനിറ്റ് വരെ നിന്നിട്ട് എനിക്ക് സർപ്രൈസ് ആയിട്ട് എൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് നോക്കിയിട്ട് വന്നു. താങ്ക് യു. നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രി ആണ് മൈലാഞ്ചി ഫംഗ്ഷനിലേക്ക്. എല്ലാവരും സെറ്റാണ് കേട്ടോ, നമ്മുടെ കേരള ട്രഡീഷണൽ കോസ്റ്റ്യൂമിലൊക്കെയാണ്. അപ്പം അവിടെ നിന്നാണ് ആ ഒരു എൻട്രി വരാൻ പോകുന്നത്. അപ്പം നമുക്കും കാണാം. ഇത് തന്നെ പോസ്റ്റ് ചിന്നുന്റെ കല്യാണത്തിനുണ്ടായിരുന്നേ. അതെന്നാടാ രണ്ടൊരു മൂക്ക് പൊട്ടിച്ചിട്ട് പോയത്? അതായത് എന്റെ പുട്ടി ഇവരുടെ മുഖത്തിരിക്കും. കൈ വറക്കുന്നു ചിന്നൂസിന്റെ. മിന്നു ാണോ മിന്നു എഴുതിയത്?
ഞാൻ മത്സരം ചെറുതി കളഞ്ഞോ. ആ ഇത് നിത്യ ചേച്ചിയുടെ അതെ ചടങ്ങ് ഇവിടെയായിരുന്നേ. ആ തിരുവാതിര പ്രാക്ടീസ് റിഹേഴ്സൽ എന്തൊക്കെയാണ് നടക്കണേ? പറ്റാത്ത കാര്യം അമ്മയ്ക്ക് ഹൈറ്റില്ല. ഇവിടെ കൊണ്ട് പൂ വീഴിച്ചു, പിന്നെ പുറത്തേക്ക് വീഴിച്ചു. അതിങ്ങനെ കുഴച്ച് വട്ടം വരണം. പുറത്തോട്ട് പോയി കോൺഫിഡൻസോട് കൂടിയുള്ള ഡാൻസ് റിഹേഴ്സലാണ് നടക്കണേ. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും എല്ലാം അറിയാമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ ഇല്ല. ഇതിലാകെ 2-3 പേർക്കാണ് കറക്റ്റായിട്ട് ഡാൻസ് അറിയുള്ളൂ, ഒരു റിഹേഴ്സലും ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇത് വട്ടത്തിലായതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും നോക്കി കളിക്കാമല്ലോ എന്നുള്ളതാണ്. പിന്നെ ഈ ക്രോസ് ചെയ്തിട്ടുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിക്കും, കൂട്ടയടിയായിരിക്കും. പിന്നെ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കളിക്കണത്. ഇതൊക്കെയാണല്ലോ ഒരു സന്തോഷം. എന്തായാലും റിഹേഴ്സലൊക്കെ കളിച്ച് ചെറുതായി ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട്. ഇനി ഫൈനൽ ഒരു സംഭവം കൂടി വരാനുണ്ട്. ചിലപ്പോൾ അതിലും തെറ്റിക്കായിരിക്കും, അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ചേച്ചി എണീപ്പിക്കണേ, സമ്മതിക്കേല. ഇത് വല്ലാത്തൊരു അനുഗ്രഹം. ചിന്നു തന്നെ എണീപ്പിക്കേയില്ല. ഇപ്പൊ കിട്ടിയില്ലേടാ? ചിന്നു ഇങ്ങനെയടി കുഞ്ഞമ്മായി തെറ്റിച്ച്. ഇല്ല തിരിഞ്ഞാണെന്നോ? അയ്യോ നേരെ നടന്നോ? ഈ 2 പിള്ളേർ ഇവിടെയായോ? ആമിക്കുട്ട എടാ എനിക്ക് പെയറില്ലെന്ന് ഇവിടെ. കഴിഞ്ഞോ? ആരും കൈ അടിക്കത്തില്ല, നമ്മൾ തന്നെ കൈ അടിക്കണം. തിരുവാതിര പൊളിയായിരുന്നു. തിരുവാതിരയ്ക്ക് ആക്ച്വലി ഇന്നത്തെ ഇപ്പം ആണ് നമ്മളെല്ലാവരും കണ്ട് പഠിക്കുന്നത്. അതിൻ്റെ അകത്ത് ആകെ 3 മാസ്റ്റേഴ്സ് ഉണ്ട്. ബാക്കി എല്ലാവരും നല്ല ശിഷ്യരാണ്.
തെറ്റിച്ച് പഠിച്ച ആൾക്കാരാണ്. പക്ഷെ എങ്കിലും ഞങ്ങളത് സൂപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്തു. പിന്നെ അമ്മയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അമ്മ സിംഗിൾ പ്ലെയർ ആയിട്ടായിരുന്നു തിരുവാതിര കളിച്ചത്. ഞങ്ങളൊക്കെ പിന്നെയും ഗ്രൂപ്പ് ആവാൻ ശ്രമിച്ചു. അമ്മ സിംഗിൾ പ്ലെയർ ആയിരുന്നു. അമ്മ വട്ടത്തിൽ നിന്നിട്ട് അമ്മ സ്വന്തമായിട്ട് സ്റ്റെപ്പ് ഇട്ട് കളിച്ചു. അപ്പം നമ്മളെല്ലാരും തെറ്റിച്ച് അമ്മ ശരിയാക്കി. അമ്മയുടെ ഫേസ് എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാരും തെറ്റിച്ചു, അമ്മയായിരുന്നു ശരി. പക്ഷെ സൂപ്പറായിരുന്നു. കാരണം തെറ്റിച്ചാലും നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യുന്നതിനേക്കാളും സൂപ്പറായിട്ട് ഞങ്ങൾ എല്ലാവരും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് തിരുവാതിര എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കളിച്ചാണ് ശരി, ബാക്കി എല്ലാവരും കളിച്ച തെറ്റ്. മാസ്റ്റേഴ്സ് പറയുന്നതിലൊന്നും ഇവിടെ ഒരു കാര്യവും ഇല്ല. അവക്ക് നിത്യചേച്ചിക്ക് അറിയുന്നില്ല. പക്ഷെ സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മുടെ മൈലാഞ്ചി പരിപാടികളെല്ലാം കഴിഞ്ഞു. വളരെ നോർമലായിട്ടുള്ള നമ്മുടെ ഫാമിലി മാത്രമുള്ള ചെറിയ കുട്ടി ഫംഗ്ഷൻ ആയിരുന്നു. ഒരു കൈൻഡ് ഓഫ് സന്തോഷം. നമ്മുടെ കല്യാണത്തിന് മുമ്പ് എല്ലാവരും ഇങ്ങനെ കൂടുന്നതും അതെ ദക്ഷിണ കൊടുക്കുന്നതും എല്ലാം കൂടെ ഉള്ള ഒരു വൈബ്. അതാണ് സത്യത്തിലൊരു. ഇതിലിപ്പം ഫസ്റ്റ് നിങ്ങൾ വീഡിയോ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ എങ്ങനെയാണ് എൻഗേജ്മെന്റ് നടന്നതെന്നുള്ളത്. അപ്പം 2 പേരുടെയും എന്താ പറയുക എല്ലാ ഫംഗ്ഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മൈലാഞ്ചി ഇടുക എന്ന് പറയുന്നത് നമുക്ക് തലേന്ന് നടക്കുന്ന ഫംഗ്ഷനാണ്. ശരിക്കും കല്യാണത്തിൻ്റെ തലേന്ന് നമ്മളത് കുറച്ച് മുന്നോട്ടാണ് ആക്കിയിരിക്കുന്നത്. കാരണം എല്ലാ ഫാമിലിക്ക് വരാനും അച്ഛൻ്റെയും അമ്മയുടെയും 2 പേരുടെയും റിലേഷനുള്ള എല്ലാവരും തന്നെ ഇന്ന് വരുന്നുണ്ട്. കാരണം ഫാമിലിക്ക് എല്ലാവർക്കും കൂടെ ഒത്തുചേരാനും അങ്ങനെയാണല്ലോ കല്യാണം എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് അത് വീട്ടിലെ ഫംഗ്ഷനാക്കി തന്നെ നമ്മൾ ചെയ്തതും അത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാനും പറ്റി. അപ്പം എന്താ അടുത്ത ദിവസങ്ങളിൽ ഫംഗ്ഷൻസ് ഉണ്ട്, നാളെയുണ്ട്. അപ്പോൾ എല്ലാ ഫംഗ്ഷൻസിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇതുപോലെ വരുന്നതായിരിക്കും. നാളത്തേത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, നാളെ വേറൊരു വൈബായിരിക്കും. ഇന്ന് നമ്മളൊരു ഫാമിലി വൈബാണല്ലോ, നാളെ നമുക്ക് അതങ്ങ് മാറ്റാം. നാളെ നല്ലൊരു ചിൽ വൈബാണ്. അപ്പം അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അപ്പം ആ വീഡിയോയ്ക്കും കൂടെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോ കേട്ടോ. ഓക്കെ, ബൈ. നാളത്തെ വീഡിയോയിൽ കാണാം.